ഉഫ്, എന്തൊരു പച്ചപ്പല്ലേ അളിയ. നീ പച്ചപ്പുണ്ടാക്കാനാണ് എന്നെ വിളിച്ചത്? നീ കാര്യം പറയടാ, എനിക്ക് വേറെ ജോലിയുണ്ട്. ആ, ഗൾഫിലോട്ട് പോകാൻ ഒരു വിസ ശരിയായിട്ടുണ്ട്. പഠിച്ച ഫീൽഡിൽ തന്നെ. പിന്നെ അതിന്റെ ഏജന്റിന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. കുറച്ച് പൈസ എന്ന് പറയുമ്പോ എത്ര കൊടുക്കണ്ട വരും? 1 രൂപ കൊടുക്കേണ്ടി വരും. 1,00,000 രൂപയെ? എടാ, ഞാനിപ്പോ വീട് പണിയൊക്കെ കഴിഞ്ഞ് ആകെ തേഞ്ഞിരിക്കുക, നിനക്കറിയാലോ. നിന്റെ ചേച്ചിയും പഠിക്കുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇപ്പൊ അത്രയും മറിക്കാനൊന്നും കാണത്തില്ല. അളിയൻ പൈസ ആയിട്ടൊന്നും തരണ്ട. ചേച്ചിയുടെ മാല ഒന്ന് പണയം വെക്കാൻ തന്നാൽ മതി. 2 മാസത്തിനകം എടുത്തു തരാം. എടാ, അതെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പണയം വെച്ചേക്കുവാ. അല്ലെങ്കിൽ വളയാലും മതി. അതും പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പണയം വെച്ചേക്കുവാണ്. അല്ല, അന്ന് ഞങ്ങൾ തന്ന ചെയിന, അതും പ്രത്യേക സാഹചര്യത്തിൽ പണയം വെച്ച് കാണൂല്ലേ? പ്രത്യേക സാഹചര്യത്തിൽ പണയം വെച്ചേക്കുവാണ്. എടാ, എൻ്റെ മാത്രം അവസ്ഥയല്ല ഇത്. ഇത് കേരളത്തിൽ ഒരുവിധമുള്ള കല്യാണം കഴിഞ്ഞവരുടെ ഒക്കെ അവസ്ഥയാണ്. അളിയൻ എന്നെ സഹായിക്കാൻ പറ്റത്തില്ലല്ലേ? കുഴപ്പമില്ല, ഞാൻ ചേച്ചി എടുത്ത് ചോദിച്ചോളാം. ചേച്ചിക്കാണെങ്കിൽ വല്ല ചിട്ടിയ വട്ടിയെങ്കിലും കാണും. നീ ഇപ്പം അവളോട് പോയി ചിട്ടിയുടെ കാര്യവും പണയത്തിൻ്റെ കാര്യവും ഒന്നും പറയാൻ നിൽക്കണ്ട. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിട്ടിയും ഇതൊക്കെ ഞാൻ എടുക്കേണ്ട വന്നിട്ടുണ്ട്. നീ അവളോട് പോയി ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും. അവള് സ്വർണത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് മറന്നിരിക്കുകയാണ്. നിനക്ക് 1 രൂപയല്ലേ വേണ്ടത്? 1 രൂപ ഞാൻ എങ്ങനെങ്കിലും നിനക്ക് ഒപ്പിച്ചുതരാം. നീ പോയി രക്ഷപ്പെട്. അല്ലളിയ, എന്നാ പിന്നെ ഒരു 1.5 മതി. അളിയന്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു 1.5. ജീവിതമല്ലേ അളിയ, ചെലവൊക്കെ ഇല്ലേ?